കുട്ടിച്ചാത്തന്റെ കഥകളെക്കുറിച്ച് പറയുമ്പോൾ അതൊരു ഒറ്റ കഥയല്ല, പല ഐതിഹ്യങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഒരു കൂട്ടാണ് എന്ന് മനസ്സിലാക്കണം. പലയിടങ്ങളിലും പല രീതിയിലാണ് കുട്ടിച്ചാത്തനെ ആരാധിക്കുന്നതും വിശ്വസിക്കുന്നതും. എങ്കിലും ഏറ്റവും പ്രചാരമുള്ള ഐതിഹ്യം കുട്ടിച്ചാത്തൻ വിഷ്ണുമായ എന്നറിയപ്പെടുന്ന ഒരു ദൈവമാണെന്നാണ്. പരമശിവനും പാർവതീദേവിയും ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂളിവാക എന്ന സ്ത്രീയുടെ രൂപം ധരിച്ച ദേവിയുമായി ചേർന്നാണ് വിഷ്ണുമായ ജനിച്ചതെന്നാണ് ഈ കഥ. ഭൃംഗാസുരൻ എന്ന അസുരനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ അവതാരമെന്നും പറയപ്പെടുന്നു. ഒരു ചെറിയ കുട്ടിയുടെ രൂപത്തിൽ കയ്യിലൊരു ചെറുകോലും കയ്യിലേന്തി ഒരു പോത്തിന്റെ പുറത്ത് സഞ്ചരിക്കുന്ന രൂപത്തിലാണ് വിഷ്ണുമായിയെ സാധാരണയായി ചിത്രീകരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കഥ വരുന്നത് വടക്കൻ കേരളത്തിലെ ചില ബ്രാഹ്മണ ഇല്ലങ്ങളുമായി ബന്ധപ്പെട്ടാണ്. കാളക്കാട്ട് ഇല്ലം പോലുള്ള സ്ഥലങ്ങളിലെ കഥകളിൽ കുട്ടിച്ചാത്തൻ ഇല്ലത്ത് വളർന്ന ഒരു കുട്ടിയായിരുന്നു. എന്നാൽ ബ്രാഹ്മണ ആചാരങ്ങൾക്കും രീതികൾക്കും വിപരീതമായിട്ടായിരുന്നു അവന്റെ പെരുമാറ്റം. സവർണ ആധിപത്യത്തെയും ജാതി വേർതിരിവുകളെയും ചോദ്യം ചെയ്ത ഒരു പ്രതിരോധത്തിന്റെ പ്രതീകമായിട്ടാണ് ഈ കഥകളിൽ കുട്ടിച്ചാത്തനെ കാണുന്നത്. ഒരു കഥയിൽ വിശന്നു വലഞ്ഞപ്പോൾ പാൽ കൊടുക്കാൻ തയ്യാറാകാതിരുന്ന അമ്മയോടുള്ള ദേഷ്യത്തിൽ ഒരു കാളയെ കൊന്ന് അവൻ ചോര കുടിച്ചെന്നും ഇതിൽ കുപിതനായ നമ്പൂതിരി കുട്ടിയെ വെട്ടിനുറുക്കി ഹോമകുണ്ടങ്ങളിലിട്ട് ദഹിപ്പിച്ചെന്നും പറയുന്നു. ആ ഹോമകുണ്ടങ്ങളിൽ നിന്നാണ് പിന്നീട് അനേകം കുട്ടിച്ചാത്തന്മാർ ഉയർത്തെഴുന്നേറ്റതും നമ്പൂതിരിയുടെ ഇല്ലം കത്തിച്ചതെന്നും ഐതിഹ്യമുണ്ട്. കുട്ടിച്ചാത്തൻ പൊതുവെ മായാവിയായാണ് അറിയപ്പെടുന്നത്. ഒരുപാട് വികൃതികളും അത്ഭുതങ്ങളും ഒപ്പിക്കുന്ന, എന്നാൽ കാര്യമായ ഉപദ്രവമുണ്ടാക്കാത്ത ഒരു ചെറുബാലൻ. ഒരു വശത്ത് ഭക്തർക്ക് ഐശ്വര്യവും രക്ഷയും നൽകുന്ന ഒരു ദൈവമായും ദുർമന്ത്രവാദത്തിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും കാക്കുന്ന രക്ഷകനായും കുട്ടിച്ചാത്തനെ കാണുന്നു. എന്നാൽ ആരാധിക്കാത്തവരെയും ദ്രോഹിക്കുന്നവരെയും കല്ലെറിഞ്ഞും വസ്ത്രങ്ങൾക്ക് തീയിട്ടും കിടക്ക മുള്ളുകൾ നിറഞ്ഞതാക്കിയും കഷ്ടപ്പെടുത്തുന്ന ഒരു കൗശലക്കാരനായ ഭൂതമായും ചിലർ വിശ്വസിക്കുന്നു. ചുരുക്കത്തിൽ കുട്ടിച്ചാത്തൻ എന്നത് ഒരേ സമയം ദൈവത്തിന്റെയും വികൃതിയായ ഒരു കുട്ടിയുടെയും കീഴാള വിഭാഗത്തിന്റെ പ്രതിഷേധത്തിന്റെയും എല്ലാ രൂപഭാവങ്ങളുമുള്ള ഒരു നാടോടി ദൈവസങ്കല്പമാണ്.